ഞാൻ ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ എൻ്റെ കൺവിക്ഷനും കാരണം വെപ്പൺസിൻ്റെ സംഭവം ഉക്രൈൻ്റെ അവർക്ക് ആ രാജ്യത്തോടുള്ള സംഭവം അതായത് പുതിയതായിട്ടുണ്ടായ ഒരു സൈന്യമാണ് ഉക്രൈൻ. അപ്പോൾ എങ്ങനെയാണ് നാറ്റോ രാജ്യങ്ങളുടെ വെപ്പൺസ്, എങ്ങനെയാണ് റഷ്യയുടെ വെപ്പൺസ്, അതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഉക്രൈൻ അനുകൂലമായിട്ടാണ് പറഞ്ഞത്. അവർ വാറിൽ അഡ്വാൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അവർ ജയിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് റഷ്യ പല ഭാഗത്ത് പിടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉക്രൈൻ റഷ്യയുടെ ഏകദേശം വളരെയധികം കിലോമീറ്ററോളം, ഏകദേശം 10,000 കിലോമീറ്റർ അകത്തോട്ടങ്ങ് ചില ഭാഗങ്ങൾ സ്ക്വയർ കിലോമീറ്ററോട്ട് ഇവരങ്ങ് കയറി. അത് കഴിഞ്ഞ് കുഷക് ഏരിയയിലാണ് ഇതുണ്ടായേക്കുന്നത്. അപ്പോൾ പല സിറ്റികളും, അതായത് റഷ്യയായിട്ട് കിടക്കുന്ന ഉക്രൈൻ സിറ്റികൾ റഷ്യയുടെ അധീനതയിൽ, അവരുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് നിങ്ങളിതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യണം. ദ ടെലഗ്രാഫ് UK ബേസ്ഡ് പത്രം, ദ ഗാർഡിയൻ, ദ ഐറിഷ് ടൈംസ്, പിന്നെ മറ്റു പല പത്രങ്ങൾ, ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുണ്ട്. റഷ്യ ഈ വാറ് 1-2 ആഴ്ചയ്ക്കുള്ളിൽ നിർത്തിയില്ല എങ്കിൽ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം, അതായത് റഷ്യൻ സൈനികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത്. കാരണം ആ രീതിയിലുള്ള അഡ്വാൻസ് ഉക്രൈൻ സൈന്യം നടത്തി. അപ്പം എൻ്റെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒത്തിരി റഷ്യൻ ഫാനുകൾ, അപ്പോൾ എന്നെ നിങ്ങൾ വന്ന് താഴെ പറയുന്ന കുറ്റപ്പെടുത്തലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വായിക്കുന്ന ആളാണ്. എന്താണ് ഈ ഡെവലപ്മെൻ്റ് ഉണ്ടായത്? ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സ് എങ്ങനെയാണ് ഇന്ത്യ ഗെയിം കളിച്ചത് അതുകൂടെ മനസ്സിലായിക്കോളാം. ഏകദേശം 13,000-ഓളം നോർത്ത് കൊറിയൻ സൈനികരാണ് റഷ്യയിൽ വന്ന് കുഷക് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട്. എഗ്രീഡ്. ആദ്യം വന്നത് 1000 പേരായിരുന്നു, പിന്നീട് അത് മാറ്റിയത് 13,000 പേരായി. അപ്പം 2 ദിവസം മുമ്പുള്ള ഡെവലപ്മെൻറ്റ്, അതിൽ 300 കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടു. ഏകദേശം 3,800-ഓളം കൊറിയൻ സൈനികർ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി. സീരിയസ് ആയിട്ട്. അതിൽ 3ഓളം കൊറിയൻ സൈനികർ ഉക്രൈൻ്റെ കയ്യിലോട്ട് വിട്ടു. ആ സൈന്യത്തിന് അവർ ജീവനോട് ഇവരെ കിട്ടി. ഇനിയാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ആലോചിച്ച് മനസ്സിലാക്കുക എന്താണ് ഡെവലപ്മെൻ്റ്. കാരണം വാറ് തിരിയുകയാണ്. ഈ പിടിച്ച 3 സൈനികർ അവർ ഉക്രൈൻ അഡ്മിനിസ്ട്രേഷനോട് പറഞ്ഞു അവർക്ക് തിരിച്ച് റഷ്യയിൽ പോകാൻ താല്പര്യമില്ല, നോർത്ത് കൊറിയയിലും പോകാൻ താല്പര്യമില്ല, അവർക്ക് ഉക്രൈനിൽ നിന്നാൽ മതി, ഉക്രൈൻ രാജ്യത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യാം. കണ്ടോ, ടെസ്റ്റ് ചെയ്ത കണ്ടോ സംഭവം. ഇനി എന്താ ഐറിഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്? അതിനേക്കാളും ഭീകരസ്ഥിതിയാണ് ഐറിഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം വാർ ഫ്രണ്ട് ലൈനിൽ നിന്നാണ് അവർ സംഭവം റിപ്പോർട്ടായിട്ട് തയ്യാറാക്കിയേക്കുന്നത്. ആ റിപ്പോർട്ടർ പറയുകയാണ്, ഈ വന്നിരിക്കുന്ന ഏകദേശം 13,000-ഓളം കൊറിയക്കാരിൽ വലിയൊരു വിഭാഗത്തിൽ അവർക്ക് ഉക്രൈനിലോട്ട് പോയിട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് തിരിച്ച് നോർത്ത് കൊറിയയിലും പോകണം. എവിടെ നിന്ന് എങ്ങോട്ട് പോയി ഈ സംഭവം ഇത് റഷ്യൻ ഇൻ്റലിജൻസ് ഓഫീഷ്യൽസിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം സീരിയസാണ്. ഇത്രയും പേര് അപ്പുറത്തോട്ടങ്ങോട്ട് മാറി നിന്ന് റഷ്യക്കെതിരെ യുദ്ധം. കാരണം അവർക്കെന്ത് കമ്മിറ്റ്മെൻറ്റാ? അവർക്കെന്ത് റഷ്യയോട് കമ്മിറ്റ്മെൻറ്റാ? അവർക്കെന്ത് മൊറാല റഷ്യയോട്? അവർക്ക് അവരുടെ രാജ്യത്തോടാണ്. പക്ഷേ ആ രാജ്യത്തിൻ്റെ ഭരണകർത്താവ് നടക്കുന്ന വലിയ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. പല ആൾക്കാരെയും സൗത്ത് കൊറിയ അവരുടെ കടൽ തീരമൊക്കെ ബന്ധിച്ച് ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് നോർത്ത് കൊറിയയിൽ പോകണ്ട. ഇതൊക്കെ റിപ്പോർട്ട് പത്രങ്ങളിൽ വാർത്ത വരും. സൗത്ത് കൊറിയ വന്നവർക്ക് നോർത്ത് കൊറിയയിൽ പോകണ്ട. നോർത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ അരാജകത്വം പിടിച്ച ഒരു രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ ഈ സൈനികർക്ക് തിരിച്ച് നോർത്ത് കൊറിയ പോകണ്ട, അവർക്ക് ഉക്രൈനിൽ പോയിട്ട് അവർ തിരിച്ച് റഷ്യക്കെതിരെ ഫയർ ചെയ്തോളാം. അതുകൊണ്ട് റഷ്യ പേടിച്ചിരിക്കുക. ഇവരെല്ലാം കൂടെ അത് പോയിട്ട്, അതായത് പണ്ട് നിങ്ങൾക്ക് പിഗ്വാഷിൻ എന്നും പറഞ്ഞുകൊണ്ട് വാഗണാർ അവർ ചെയ്തതിനേക്കാളും കഷ്ടമാകാൻ പോവുക. കാരണം ഈ റീജിയൻ മുഴുവൻ അവർ ഉക്രൈൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് അവിടെ ആയിട്ട് പ്രസക്തിയുള്ളത്. ഇത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് പൊളിറ്റിക്സ്, എങ്ങനെയാണ് വാറിൻ്റെ പൊളിറ്റിക്സ് തിരിഞ്ഞു മറിയുന്നത്. ആ സ്ഥിതി വളരെ മോശമായിട്ട് പോകാൻ റഷ്യയിൽ. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ട്രംപ് വന്നു കഴിഞ്ഞ് ഏറ്റവും ആദ്യം എലക്ട് പ്രസിഡൻ്റ് ആയ ശേഷം ആദ്യം പറഞ്ഞത് പുടിൻ, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്,
കാരണം അവർ വാറിൻ്റെ അവർ തോൽവിയോട് പോവുകയാണ്. ഏകദേശം 2.5 ലക്ഷം റഷ്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. എത്രയോ ലക്ഷക്കണക്കിന് റഷ്യൻ സൈനികർ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആയി. അവർക്ക് പുതിയതായിട്ട് ചെറുപ്പക്കാർക്ക് റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് ഉണ്ടായി, റഷ്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും. ഇനി എന്താ സംഭവം? അതിനെപ്പറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഏതെങ്കിലും തലത്തിൽ റഷ്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ, അതായത് പോളണ്ട്, ഇത് കിടക്കുന്ന മറ്റുള്ള ഐസ്ലാൻഡ്, ഇങ്ങനെ രാജ്യങ്ങൾ, അവിടെയുള്ള അമേരിക്കൻ ബേസും ആ രാജ്യങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇൻ കേസ് റഷ്യ ഉപയോഗിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് മോസ്കോ തവിട് പൊടിയാക്കി കളയും. അതിൻ്റെ പ്ലാനുകൾ വരെ പുറത്തു വന്നു. അതുകൊണ്ടാണ് ഈ പുടിൻ ഇപ്പം ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യം പറയാത്തത്. കാരണം ഇവർക്ക് പ്രതിരോധിക്കാൻ വേണ്ട സാധനങ്ങളില്ല. നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഉക്രൈനെതിരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2.5-3.5 മണിക്കൂറേ എടുക്കത്തുള്ളൂ. മോസ്കോ തവിട് പൊടിയാക്കി കളയും. പിന്നെ അവിടെ പോയി പുടിൻ? ഇത് റഷ്യ ഇല്ലാതായിപ്പോയി. അപ്പോൾ പുടിനതറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യമാണ് മിണ്ടാത്തത്. പിന്നെ റഷ്യയിലുള്ള പല ജനറൽമാർക്കും അവർക്ക് ഭയമാണ് എപ്പോഴാണ് അവരെ എവിടെയെങ്കിലും ബോംബ് വെച്ച് ഇവർ കൊല്ലുന്നത്. അതായത് ഉക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗം. കാരണം അവരുടെ ഈ കെമിക്കൽ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ അതിൻ്റെ ചീഫിനെയാണ് തട്ടിക്കളഞ്ഞത്. ഇവർക്കും പേടിയായി. കാരണം ചെറിയൊരു രാജ്യത്തോട് റഷ്യക്ക് അടിക്കാൻ പോയി കിട്ടിയ അടിയാണ് ഈ മുഴുവനും കാണുന്നത്. അതായത് ദുർബലമായ റഷ്യയായി മാറി. ഈ അടുത്ത ഇന്ത്യക്കാർ, അതായത് റഷ്യൻ ഫാനുകളോട് ഞാൻ പറയുകയാണ്, ഒത്തിരി ഫാനുകളുണ്ട് എൻ്റെ ഇത് കാണുന്നവർ, അവരോട് പറയുകയാണ്, കഴിഞ്ഞ 3-4 മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഷെൽസും ബോംബും ഉക്രൈന് കൊടുത്തത് ആരാന്ന്? ഏത് രാജ്യം കൊടുത്തത്? അമേരിക്കയല്ല, നാറ്റോ രാജ്യമല്ല, ഇന്ത്യയാണ് കൊടുത്തത്. അത് മനസ്സിലാക്കുക നിങ്ങൾ. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സ് എന്തുവാണ്, എന്ത് തന്ത്രപരമായിട്ടാണ് കളിക്കുന്നത്. അത് അർമേനിയ, പല രാജ്യങ്ങൾ ഇത് മേടിച്ചിട്ട്, കാരണം ഇന്ത്യ ഡയറക്റ്റ് കൊടുക്കുന്നില്ല ഉക്രൈന്, ഈ രാജ്യങ്ങൾ മേടിച്ചിട്ട് അവർ നേരെ ഉക്രൈന് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കമ്പനികളാണ് ഉണ്ടാക്കുന്നത്, അഡാനി അങ്ങനെ. കാരണം ഇതേയുള്ള കമ്പനികൾ തന്നെയാണ് ഇസ്രായേലിന് കൊടുത്തത്, അവർ തന്നെയാണ് ഉക്രൈന് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 3-4 മാസം കൊണ്ട്. അതായത് റഷ്യക്കാരൻ്റെ തലയിലോ കൊറിയക്കാരൻ്റെ തലയിലും വീഴുന്ന ബോംബുകളൊക്കെ ഇന്ത്യയിലുണ്ടാക്കിയതാണ്. അതായത് കാൺപൂരിൽ, ലക്നൌവിലും ഉണ്ടാക്കിയ ബോംബുകളാണ്. കാരണം അഡാനിയുടെ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നൊരു ഫാക്ടറി ഉണ്ട്, കാരണം വലിയൊരു കോംപ്ലക്സ് ഉണ്ടാക്കി. അവിടെ നിന്നാണ് ഈ സാധനം പോകുന്നത്. അത് ഒരു ഭാഗത്ത് ഇന്ത്യ ബോംബ് കൊടുത്ത് റഷ്യയുടെ തലയിലടിക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യ അവിടുന്ന് ക്രൂഡ് മേടിച്ച് ഇവിടെ വിതരണം ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. അമേരിക്ക പോലും ഞെട്ടിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി. റഷ്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം മനസ്സിലായല്ലോ. പല ആൾക്കാർക്ക്, ചില ആൾക്കാർ പൊട്ടത്തരം പറയും. ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ ഡിപ്ലോമസി അത്ര മോശമൊന്നും അല്ല. എവിടെ ഇട്ട് കളിക്കണമെന്നറിയാം. ആലോചിച്ചതൊക്കെ വീണ്ടും പറയുന്നു. റഷ്യക്ക് സഹായിക്കുവാൻ വേണ്ടി അവരുടെ ക്രൂഡ് ഇപ്പം മേടിക്കുന്നില്ല. ക്രൂഡ് വളരെ വില കുറച്ച് മേടിച്ചിട്ട് റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ വെളിയിൽ കൊടുത്തിട്ട് നല്ല ലാഭം ഉണ്ടാക്കി. മറുഭാഗത്ത് റഷ്യയെ ബോംബ് ചെയ്യാൻ വേണ്ടി അവരുടെ കൊറിയക്കാരന് റഷ്യക്ക് അവരെ ബോംബിടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ബോംബ് അയച്ചു കൊടുക്കുന്നു. ഇതാണ് ജിയോ പൊളിറ്റിക്സ്. അതാണ് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാത്തത്, എവിടെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. ഇനി മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക, റഷ്യയുടെ ഏറ്റവും നല്ല അത്യാധുനികമായ നാവികസേനയായിരുന്നു റഷ്യയുടെ. ഈ സാധനം പൂർണ്ണമായിട്ട് ഇല്ലാതായി. കാരണം അവർക്ക് പെട്രോളിംഗ് നടത്താൻ പോലും അവർക്ക് വെസൽസ് ഇല്ലാതായി. കാരണം ആ രീതിയിലാണ് ഉക്രൈൻ്റെ പല ഈ മിസൈൽസ് കൊണ്ട് കടലിൽ ബ്ലാക്ക് സീലും അവിടെ ഇവിടെയൊക്കെ വെച്ച് ഇതിന് അടി കൊടുത്തിട്ട് ദൂരെ കിടന്നത്. അതായത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നാവികസേന ഊർജ്ജമായിട്ടങ്ങ് മാറി. അപ്പം അതുകൊണ്ടാണ് ഈ നാറ്റോ രാജ്യങ്ങളും റഷ്യക്കടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, ഉക്രൈനടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്കും അവർക്കും പിടികിട്ടി റഷ്യക്ക് അങ്ങനൊരു സംഭവം ഇല്ലാതായി. അതിൻ്റെ പേരിൽ റഷ്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് 2.5-3 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന മോസ്കോ, ക്യാപിറ്റൽ സിറ്റി ഓഫ് റഷ്യ എന്ന് പറയുന്ന സാധനം ഇല്ലാതാകും. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതായത് ഏതെങ്കിലും രീതിയിൽ പുടിൻ ആരുടെയെങ്കിലും കാല് പിടിച്ച്, ട്രംപിൻ്റെ കാല് പിടിച്ച് ഈ വാർ നിർത്തിയില്ല എങ്കിൽ
2-3 ആഴ്ച കൊണ്ട് റഷ്യ എന്ന് പറഞ്ഞ രാജ്യം വാറിൽ തോൽക്കും. ആ തോൽക്കുന്നതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബോംബുകൾ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കൊറിയ ഇപ്പുറത്ത് കയറി അടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒന്നാമത് കൊറിയക്കാർക്ക് ടെറൈനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവൻ ഇപ്പുറത്ത് വന്നിട്ട് റഷ്യക്കെതിരെ അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക? റഷ്യ അവൻ്റെ ടെറൈനിൽ നിന്ന് അടിക്കും. ഇതാണ് ഓരോ വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല അവിടെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റായ വിവരണങ്ങൾ തരുന്നു, അത് നിങ്ങൾ ഫീഡ് ചെയ്യുന്നു. അതിൻ്റെ പേരിലാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത്. കാര്യങ്ങൾ അതിൻ്റെ പോസിറ്റീവ് സെൻസിലോട്ട് നോക്കുക, എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിനെപ്പറ്റി വ്യക്തത മനസ്സിലാക്കും.